ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോരത്തിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനു ആണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുനെ കേട്ടോ. എന്നിട്ട് ഫോൺ എടുക്കുന്നില്ല അർജുൻ. അത് കാരണം ടെൻഷനായിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന്. അപ്പോൾ അർജുനാണെങ്കിൽ ആ ഗുണ്ടകളെല്ലാം കൂടെ പിടിച്ച് അവിടെ കെട്ടിയിട്ടേക്കുക കേട്ടോ. എന്നിട്ട് ആ ആൻറ്റോയെ വിളിക്കുന്നുണ്ട്. എടാ, അവന്മാർ വീണ്ടും വന്നിട്ടുണ്ട്, നിന്നെ തേടിയാ വന്ന, നിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ ഞാൻ എന്നെ പിടിച്ചത്, ഇവിടെ ഞങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ടെന്ന് പറയാണ്. ആഹാ, അത് ശരി, വീണ്ടും അവന്മാർ വന്നോ? എന്തായാലും മാല കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എന്തായാലും അവനൊക്കെ എന്നെ അന്വേഷിച്ചിട്ടല്ലേ വന്നത്. ഒരു കാര്യം ചെയ്യ്, നല്ലപോലെ പെരുമാറിക്കും, അടിച്ചടിച്ച് അവനൊക്കെ അവശനാക്കി ഇട്ടേരെ. ഞാൻ എന്തായാലും രാവിലെ അവിടെ എത്തും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നമ്മൾ അർജുനനെയും ദിനേശിനെയും പിടിച്ച് അവിടെ കെട്ടിയിട്ടിരിക്കും, അടിയെല്ലാം കൊടുത്തിട്ട്. ഇതേ സമയം തന്നെ മീനു സങ്കടം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് കാത്തിരുന്ന അവസാനം മുത്തശ്ശനോട് ചെന്ന് പരാതി പറയുകയാണ് കേട്ടോ. ഇത്രയും സമയമായിട്ടും കണ്ടില്ല എന്ന് പറഞ്ഞ് കരയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട മോളെ, അവനിങ്ങ് എത്തും. അല്ലേ തന്നെ മണി ഇത്രയായില്ലേ, ഇത് ഇവൻ പറയാതെ എവിടെയാണ് പോയത് എന്ന് പറയുമ്പോൾ നമ്മുടെ മീനു പറയുന്നുണ്ട്, എല്ലാ ദിവസവും 10 മണിയാകുമ്പോൾ വീട്ടിലെത്തുന്നതാണ്. എവിടേക്കോ ദിനേശുമായിട്ട് മിക്ക ദിവസം പോകുന്നതാണ്, എന്നോടൊന്നും പറയാറില്ല. എന്നാലും നേരത്തെ വീട്ടിലെത്തുന്നതാണല്ലോ, ഇതിപ്പോൾ കാണുന്നില്ലല്ലോ, എന്ത് പറ്റിയൊന്നും. മാല അന്വേഷിച്ച് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതാ മുത്തശ്ശ. നീ പേടിക്കണ്ടടി, അവൻ ധൈര്യമുള്ളവനാ, മിടുക്കനാ. അവൻ മാലയും കൊണ്ട് തന്നെ വരും, നീ നോക്കിക്കോ. ആ മാല മോഷ്ടിച്ചവൻ എന്നെ കാണാൻ വന്നിരുന്നു മുത്തശ്ശ, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. ജീവൻ ആപത്താവും, എനിക്ക് പേടിയാവുന്നെന്ന് പറയുക കേട്ടോ. മോള് പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുന്നു പറയാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പ്രഭ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഇത്, നീ ആരെയടി കാത്ത് നിൽക്കുന്നേ? അവനെവിടെ? വന്നില്ലേ? ഇന്നലെയും വന്നില്ലേ എന്നൊക്കെ ചോദിക്കാനുണ്ട്. അപ്പോൾ മീനു പറയുന്നുണ്ട്, അർജുൻ ഇതുവരെ എത്തിയിട്ടില്ല, എവിടെയാണ് പോയെന്നൊന്നും അറിയില്ല. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്ന് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയണം. ഓ, അവനിത് എവിടെ പോവാനാ, മാല അന്വേഷിച്ച് നടക്കുന്നതാവും എന്ന് കാഞ്ചന പറയണ. എന്തായാലും ഇനി അധിക ദിവസം ഇല്ലല്ലോ, അവൻ്റെ വെല്ലുവിളി അവനെന്തായാലും അവനല്ലേ വെല്ലുവിളിച്ച, അത് നടപ്പാക്കാൻ പറ്റുന്ന തോന്നുന്നില്ല. അപ്പോൾ അത് കാരണം നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ കാണാനുള്ള ആ ഒരു കെൽപ്പ് അവനില്ല. ചങ്ക് തകർന്ന് അവൻ കണ്ടുകൊണ്ട് നിൽക്കണ്ടേ, അത് കാണാൻ വയ്യാത്തതുകൊണ്ട് അവൻ ഇവിടുന്ന് മാറി നിൽക്കുന്നത് അടി എന്നൊക്കെ ഇങ്ങനെ കാഞ്ചന മീനുൻ്റെ മുഖത്തേക്ക് പറയട്ടെ. മീനു ആകെ വിഷമിച്ച് നിൽക്കുക. എന്തായാലും ഇന്ന് വൈകുന്നേരം നീ ഇവിടുന്ന് ഇറങ്ങും, സന്ധ്യാദീപം തെളിയിക്കുന്ന സമയത്ത് മാലയുമായിട്ട് അവൻ വന്നില്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ രണ്ടുപേരും പറയുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ അർജുന് അവന്മാരെടുത്തിട്ട് അടിച്ച് ശരിയാക്കണം. എന്നിട്ട് കത്തിയൊക്കെ എടുത്ത് ഭീഷണിപ്പെടുത്താൻ കേട്ടോ. അപ്പോഴാണ് അർജുൻ്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് മീനു പറയുന്നുണ്ട്, ഇത്രയും സമയമായിട്ട് കാണാത്ത കാരണം പോലീസിൽ അറിയിച്ചാലോ എന്ന് അച്ഛൻ പറയുമ്പോൾ അപ്പോൾ അവർ പറയുന്നുണ്ട്, വേണ്ട, പോലീസിലൊന്നും അറിയിക്കേണ്ട, ചിലപ്പോൾ ഇപ്പോൾ വരുമായിരിക്കും എന്നിങ്ങനെ പറയാണ്. അതും കേട്ടിട്ടാണ് പ്രഭ അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എന്തോ നിയമം ഇവിടെ പ്രഭയും കാഞ്ചനയും കൂടി എന്തൊക്കെയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. മാല കിട്ടിയില്ലെങ്കിൽ ഇന്ന് ഇവിടെ അടിച്ചിറക്കുമെന്നും എന്തൊക്കെയാണ് ഈ പറയണേ, എനിക്ക് എന്നെ അറിയില്ല. ഇനിയിപ്പോൾ മാല കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നീ ഇവിടുന്ന് പോവില്ല മോളെ എന്ന് പറയുമ്പോഴത്തേക്കും കാഞ്ചന പറയാം, അതെങ്ങനെ നടപ്പാക്കും? ഒരിക്കലും നടക്കാവില്ല. ഒരു വാക്ക് തന്നാൽ വാക്കാവണം, വാക്ക് പാലിക്കാൻ പഠിക്കണം എന്നല്ലേ നിങ്ങളെ മക്കളെ പഠിപ്പിച്ചിരിക്കുന്നത്. അവൻ തന്നെയാണ് എനിക്ക് വാക്ക് തന്നത്, 10 ദിവസത്തിനകം താലി കണ്ടെത്തും, ഇല്ലെങ്കിൽ ഇവിടെ പറഞ്ഞേക്കാമെന്നൊക്കെ. അങ്ങനെ വാക്ക് തന്നവൻ ആദ്യം അത് പാലിക്കട്ടെ, ഇല്ലെങ്കിൽ ഇവിടെ നിന്നും തന്നെ ഞാൻ അടിച്ചിറക്കും. എൻ്റെ ആദിക്ക് സംഭവിച്ചത് ഞാൻ അർജുന് സംഭവിക്കാൻ വേണ്ടി സമ്മതിക്കില്ല എന്ന് പറയാട്ടോ. അങ്ങനെ പാവം മീനു ഇതെല്ലാം കേട്ട് സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യാണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കാഞ്ചനയും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല, രണ്ടുപേരും ചേർന്ന് ശരിക്കും പറയുന്നുണ്ട് മീനുവിനെ, എന്തായാലും നിനക്കിന്ന് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം എന്നൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ ആ ഗുണ്ട തലവന്മാരെല്ലാം കൂടെ ഇവരെ കെട്ടിയിട്ടേക്കാണല്ലോ. അപ്പോഴുണ്ട് ഇവരെ മാല മോഷ്ടിച്ച ആൻറ്റോ വരുന്നുണ്ട് എന്ന് നമ്മുടെ മാല എടുത്തു വെച്ച് കാണിക്കണം. ഇതല്ലേ നീ അന്വേഷിച്ച് വന്ന താലി? വലിയ ഏതെങ്കിലും സാധനമായിരുന്നെങ്കിലും കുഴപ്പമില്ല, നീ ചെറിയ താലിക്ക് വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെയൊക്കെ അന്വേഷിച്ച് വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇതിന് അതിൻ്റേതായിട്ടുള്ള പവിത്രതയുണ്ട്, അതുകൊണ്ടാണ്. ഓ, അത്ര പവിത്രതയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യും, ഇത് ഞാൻ കഴുത്തിലേക്ക് ഇടാൻ പോവാന്ന് പറയുമ്പോൾ എന്നിട്ട് കറക്കി കളിക്കുക കേട്ടോ ആ മാലയും താലിയും കൂടെ. അപ്പോൾ അർജുൻ പറയണം, നീ ചെയ്യുന്നത് ശരിയല്ല, ഞാൻ പവിത്രമായിട്ട് എൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയാണ്, നീ അത് കഴുത്തിലിടരുത്. ഓ, അത് ശരി, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്തേക്കാം. അപ്പോഴത്തേക്കും അർജുന് ദേഷ്യം വരണം. അപ്പോൾ അർജുൻ പറയണം, എടാ നീയൊക്കെ ഒരു ആണാണോടാ, എന്നെ കെട്ടിയിട്ടിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നെ ധൈര്യം ഉണ്ടെങ്കിൽ അഴിച്ചു വിടടാ, ഇത് നിൻ്റെ കോളനിയാണ്, നിൻ്റെ ആൾക്കാരാണ്, എന്നിട്ട് പോലും എന്നെ അഴിച്ചു വിടാൻ നിനക്ക് പേടിയാണോ? ഇത്രയും പേര് നിന്നിട്ട് നാണം കെട്ടവനെ, നീ ആണാണോടോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യം കയറ്റാണ് കേട്ടോ അവന്മാരെ. അപ്പോഴാണ് ആൻറ്റോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ആൻറ്റോ പെട്ടെന്ന് പറയുന്നത്, അഴിച്ചു വിടണം, അവനെയൊക്കെ കാണിച്ചു കൊടുക്കാൻ നമുക്കെന്നും. അർജുനെ അങ്ങോട്ട് അഴിച്ചു വിട്ടതും അർജുനെ എല്ലാത്തിനെയും എടുത്തിട്ട് പോരുന്നുണ്ട്. അർജുനും ദിനേശും കൂടെ അടിച്ചെടുത്ത് അവിടെ കിട്ടേക്കാണ്. ഇനി മാല എടുത്തുകൊണ്ട് പോകാമെന്നുള്ളതല്ലേ ഉള്ളൂ, എല്ലാത്തിനെയും ശരിക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അർജുൻ എന്തായാലും ഈ ഒരു ടാസ്കിൽ ജയിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.